ഇന്ന് 1201 ചിങ്ങമാസം 20, 2025 സെപ്റ്റംബർ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച, തിരുവോണ നക്ഷത്രം. 43 നാഴിക 27 വിനാഴിക തിരുവോണ നക്ഷത്രമാണ്. 43 നാഴിക 27 വിനാഴിക എന്ന് പറയുമ്പോൾ 11 മണി 40 മിനിറ്റ്, അതായത് രാത്രി 11:40 വരെ ഇന്ന് തിരുവോണ നക്ഷത്രമുണ്ട്. ഇന്ന് ചിങ്ങമാസത്തിലെ തിരുവോണമാണ്, എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഈ തിരുവോണം സന്തോഷപൂർവ്വം ആഘോഷിക്കാൻ മനസ്സ് നിറഞ്ഞ് എല്ലാവരുമായിട്ടും പരസ്പര സൗഹൃദങ്ങൾ കൈമാറാൻ ആനന്ദത്തോടെ ഉള്ളവരും ഇല്ലാത്തവരും ഒന്നിച്ച് കഴിയുന്ന ഒരു സുദിനമാണ്. എല്ലാവർക്കും അതിൻ്റേതായ നന്മയുണ്ടാവട്ടെ. തിരുവോണ നക്ഷത്രം ഇപ്പോൾ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം തൊട്ട് അങ്ങോട്ടുള്ളതായ മേടമാസം വരെയൊക്കെ ഉള്ള സമയങ്ങളിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് 6-ാം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. എന്നാൽ അതിലുപരി 7-2 ശനിയൊക്കെ മാറി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 7-2 ശനി എന്ന ദുരിതമുണ്ടായിരുന്നു. ഇപ്പോൾ 7-1 ശനി മാറി അതിൻ്റേതായ സന്തോഷവും ഗുണങ്ങളും ജീവിതത്തിലുണ്ടാകുകയും നഷ്ടപ്പെട്ടവയൊക്കെ തിരിച്ച് എത്താനും സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാനും തൊഴിൽപരമായി, സാമ്പത്തികമായി, ആരോഗ്യപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുകയും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും അനുകൂലപ്രദമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനും തൊഴിൽപരമായി, വിദേശയാത്രാദി കാര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലപ്രദമാകുന്ന നല്ല ഫലങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. എങ്കിലും പൊതുവിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് 6-ാമത്തെ രാശിയിൽ, അതായത് തിരുവോണ നക്ഷത്രം മകരക്കൂറിലെ 2-ാമത്തെ നക്ഷത്രമാണ്. 6-ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് രോഗങ്ങളും ദുരിതങ്ങളും വീഴ്ചകളും അപകടങ്ങളും ശരീരത്തിൽ മുറിവ് ചതവുകളും രോഗാദി കാരണങ്ങൾ കൊണ്ടുള്ളതായ സർജറികൾ പോലുള്ളതായ കാരണങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടവരുത്തുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം, യാത്രാ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതായ എല്ലാ കാര്യങ്ങളും, ജോലി കാര്യങ്ങളാണെങ്കിലും എല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ നക്ഷത്രക്കാർക്ക് ജനനകാലം ചന്ദ്രദശയിലും ശേഷം 7 വർഷം ചൊവ്വാദശയും അതിൽ തുടർന്ന് 18 വർഷം രാഹുർദശയും, ശരാശരി ഒരു 30 വയസ്സ് വരെ രാഹുർദശാകാലവും ശേഷം 16 വർഷം 46 വയസ്സ് വരെയൊക്കെയുള്ളതായ സമയകാലങ്ങൾ. ഇതൊരു പൊതുവായ കണക്കാണ്. കൃത്യമായിട്ട് അവരവരുടെ സമയസ്ഥിതി കാര്യങ്ങൾ അറിയണമെങ്കിൽ ജാതകം എടുത്തു നോക്കുന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും പൊതുവിൽ 46 വയസ്സ് വരെ വ്യാഴദശയും അതിൽ തുടർന്ന് ശനിയുടെ ദശാകാലവുമാണ്. 19 വർഷം ശനി ദശാകാലം. അതായത് ഈ ജാതകക്കാർക്ക് ഒരു 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ രാഹു ദശാകാലവും 46 വയസ്സ് തൊട്ട് 19 വർഷം ശനി ദശാകാലമൊക്കെ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ എന്നും എപ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന നക്ഷത്രമാണെങ്കിലും ആത്മധൈര്യവും ആത്മവിശ്വാസവുമുള്ള നക്ഷത്രമാണ്. ദേവഗണത്തിൽ പുരുഷ നക്ഷത്രമാണ്. അതുകൊണ്ട് പൊതുവിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ധൈര്യപൂർവ്വം നടത്താനും എല്ലാവരോടും സൗഹൃദത്തിൽ ഏർപ്പെടാനും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ പരിഹാരങ്ങൾ കണ്ടെത്താനും ഒക്കെ കഴിയുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ സമൂഹത്തിൽ എല്ലാ വിധത്തിലുള്ളതായ പ്രധാന മേഖലകളിലും ചെന്നെത്താനും എല്ലാവർക്കും ഉപകാരിയായി മാറാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാ നന്മകളും ഉണ്ടാകാൻ ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കുക.